അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്നിധിയിലേക്ക് നമുക്കേവർക്കും പ്രത്യാശയോടുകൂടെ കടന്നു വരാം. ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് നമ്മെ ഒരുമിച്ചിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞ ഓരോ നന്മകളും ഈ സമയം നമുക്ക് ഓർക്കാം. അവിടുന്ന് നമുക്ക് നൽകുന്ന അവസരങ്ങൾ, പ്രത്യേക പ്രതിസന്ധി വേളകളിലും ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് നൽകുന്ന എല്ലാ അവസരങ്ങളെയും നമുക്കിന്ന് മുറുകെ പിടിക്കാം. നമുക്ക് മുൻപോട്ട് വിശ്വാസത്തോടു കൂടി പോകാം. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ സമയം വരുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും അങ്ങയുടെ വചനം കേൾക്കുകയും ചെയ്യാൻ പോകുന്ന ഈ സമയത്ത് അങ്ങയുടെ വലിയ കൃപ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന സമയം ഞങ്ങളുടെ ഉള്ളിൽ വലിയ റിലീസ് ഉണ്ടാകട്ടെ. ഞങ്ങൾ തിരുവചനത്തിനായി ഒരുങ്ങട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് വലിയ പണി നടക്കട്ടെ. ഞങ്ങൾ ഓരോരുത്തരും അതിനായി ഇന്ന് ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നു. സകല ശുശ്രൂഷയും അങ്ങയുടെ കരത്തിൽ വെക്കുന്നു. ദൈവ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി ചോദിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് നമ്മുടെ നാഥനെ സ്തുതിക്കാം. ചേർന്ന് ഒരുമിച്ച് നമ്മുടെ നാഥനെ വാഴ്ത്താം. ഹല്ലേലൂയ. നമുക്ക് ഈ പകൽക്കാലം നമ്മുടെ പിതാവിനെ ചേർന്ന് ഒരുമിച്ച് വാഴ്ത്താം. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. നാഥ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് എത്ര ഉന്നതനാകുന്നുവല്ലോ നാഥ. ഹല്ലേലൂയ. അവിടുത്തെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ ഈ സമയം നന്ദി പറയുന്നു. അങ്ങ് വലിയവനാകുന്നുവല്ലോ. അവിടുത്തെ തിരുരക്തം മുഖാന്തരം ഞങ്ങളെ വീണ്ടെടുത്തിരിക്കാൻ ഞങ്ങൾ ഇന്ന് നന്ദിയുള്ളവരാകുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കുമായി നന്ദി കർത്താവേ. ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു നാഥ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരു നന്ദിയുള്ള ഹൃദയവുമായി ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. അവിടുന്ന് എത്രയോ ശ്രേഷ്ഠൻ. അവിടുന്ന് ഞങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വിടുവിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ ചേർന്ന് അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങൾ ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. അതേ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ആരാധനയുണ്ടല്ലോ, അവിടെ സ്തുതിയുടെ ഗീതങ്ങളുണ്ടല്ലോ, അവിടെ നന്ദിയുണ്ടല്ലോ നാഥ. ഹല്ലേലൂയ. അതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് ഞങ്ങൾക്ക് എല്ലാ കാലത്തും നല്ലവനായിരിക്കാൻ നന്ദി നാഥ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. ഈ സ്തുതിയുടെ ഗാനം പാടുമ്പോൾ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തും, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഹല്ലേലൂയ. കാരണം അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങയെ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഞങ്ങൾ ചേർന്ന് അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങൾ ചേർന്ന് ഞങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ജീവനെ തന്നവനെ, ഞങ്ങളുടെ പാപങ്ങളെ കഴുകി കളഞ്ഞവനെ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ എന്ന ഗാനം ചേർന്ന് ഒരുമിച്ച് പാടാം. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ
നവപ്രകടങ്ങളിൽ മനോഹരം യാഹേ നിന്റെ ആലയം എന്തോരാനന്ദം നവപ്രകടങ്ങളിൽ ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. Yes, hallelujah. Amen. Hallelujah. ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ Yes, hallelujah. Amen. Hallelujah. പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ ആകപീഠങ്ങൾ ഇവർ ഭക്ഷിക്കും ചെറുകുരുകിലും. ഒരു സങ്കേതം നിന്റെ ആകപീഠങ്ങൾ ഇവർ ഭക്ഷിക്കും ചെറുകുരുകിലും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ Yes, hallelujah. തന്മക്കൾക്കെന്നും ചേർന്നൊന്നുകൂടെ പാടാം. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലഭൻ തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. Yes, hallelujah. Hallelujah. Amen. Amen. Hallelujah. മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലേ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലേ. ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ
Praise the Lord. Praise the Lord. ദൈവം യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനവും ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ഞങ്ങളുടെ ദൈവമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ഭാഗ്യമാണ് കർത്താവേ. അങ്ങയുടെ തിരുസന്നിധി ഞങ്ങൾക്ക് മനോഹരമാണ് കർത്താവേ. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നത് കർത്താവേ ഞങ്ങൾക്ക് വലിയ ആനന്ദവും പ്രത്യാശയും സമാധാനവും നൽകുന്നു കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു നാഥ. താങ്ക് യു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ ഈ മഹാകൃപ ചൊരിഞ്ഞതിനായി സ്തോത്രം. അങ്ങയുടെ സ്വന്ത ജനമായി ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം നാഥ. താങ്ക് യു ലോർഡ്. താങ്ക് യു കർത്താവേ. ഹല്ലേലൂയ. നാഥ, അങ്ങ് ഞങ്ങളെ കർത്താവെ അങ്ങയുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുൻപേ അങ്ങ് ഞങ്ങളെ കണ്ടെത്തിയല്ലോ കർത്താവെ. ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ അങ്ങ് ഞങ്ങളെ കണ്ടല്ലോ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. എന്നാലും നാഥ, ഈ ലോകത്തിൻ്റെതായ പാതയിൽ ഞങ്ങൾ പോയപ്പോൾ ദുഷ്ടപ്രവൃത്തികളിലും മനസ്സ് കർത്താവെ ഒത്തിരി അകന്നിരുന്നപ്പോഴും നാഥ, അങ്ങയുടെ തിരുസ്നേഹം ഞങ്ങളെ പിടിച്ചല്ലോ കർത്താവെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ആ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദി നാഥ. മഹാകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ക്രിസ്തുയേശു മുഖാന്തരം സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം നാഥ. ആ കൃപാസനം ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളത് കൊണ്ട് സ്തോത്രം നാഥ. കർത്താവിൻ്റെ തിരു രക്തം ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളത് കൊണ്ട് സ്തോത്രം നാഥ. പ്രൈസ് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു കർത്താവേ. നന്ദി നാഥ. പ്രൈസ് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
ഞങ്ങൾക്ക് ലഭിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം നാഥ. ഹല്ലേലൂയ. Thank you Lord. Thank you Lord. Thank you Jesus. Hallelujah. ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മയ്ക്കും എല്ലാ നന്മയ്ക്കും കർത്താവെ ഭൗതികമായി അനുഗ്രഹിച്ചതിനും ആത്മീകമായി കർത്താവെ അങ്ങയുടെ സ്വർഗീയ ദാനം നൽകിയതിനും എല്ലാത്തിനുമായി നാഥ ഈ സമയം അങ്ങേക്ക് നന്ദി പറയുന്നു നാഥ. അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിന്റെ മുൻപിൽ ഞങ്ങൾ കുമ്പിടുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. Thank you Jesus. Thank you കർത്താവേ.
താങ്ക് യു ജീസസ്. നന്ദി നാഥ. അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മഹത്വവും അങ്ങേക്കുള്ളതാണ് കർത്താവേ. അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. എല്ലാം ഞങ്ങൾ ഈ സമയത്ത് അങ്ങയുടെ മുൻപിൽ വെച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു നാഥ. താങ്ക് യു നാഥ. താങ്ക് യു കർത്താവേ. ഞങ്ങളെ മുൻപോട്ട് കർത്താവ് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ മുൻപിൽ കർത്താവെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ അങ്ങയുടെ സ്നേഹം നൽകിയതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിലിരിക്കുന്നു. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്കായി നീ ചെയ്ത സർവ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. മനോഹരമായിരിക്കുന്ന ഒരു കർത്തൃദിവസം കൂടെ സഭയായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ വലിയവനായ നമ്മുടെ കർത്താവ് നമുക്കിടയാക്കി. നമ്മൾ പാടിക്കൊണ്ടിരുന്നത് പോലെ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ പരിചയമായി, അവിടുന്ന് തന്നെ പരിചയമായി നമ്മെ ഓരോരുത്തരെയും സൂക്ഷിച്ചു. ഇന്ന് ഈ സഭായോഗത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയാക്കി. വളരെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കർത്താവ് അവസരമൊരുക്കിയല്ലോ. ഈ മീറ്റിങ്ങിൽ ഓൺലൈനിൽ കൂടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ സഭായോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് കർത്താവ് സംസാരിക്കും. ഈ നമ്മളിപ്പോൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലിങ്ക് അവസാനിച്ച ശേഷം നമ്മുടെ വാട്സാപ്പിൽ ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനുള്ള അവസരമുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ പ്രതീക്ഷയോടും ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടും കൂടെ ആയിരിക്കാം. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. തുടർന്നുള്ള മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്നതിനായിട്ട് ജേക്കബ് ബാബുവിനെ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ നമുക്ക് ഭവനങ്ങളിലായിട്ട് ഒന്നിച്ചു വരാൻ സാധ്യമല്ലാത്തപ്പോഴും ഓൺലൈൻ മാധ്യമത്തിലൂടെ നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആഴ്ചയുടെ തുടക്കം നമ്മുടെ രക്ഷകനായ കർത്താവിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ ഒരു മൊത്തം ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് ഒരു അവസരം നൽകിയതിനായിട്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കോവിഡുമായിട്ട് അനുബന്ധിച്ച് സർക്കാർ നിഷ്കർഷിച്ച ഒരു കാര്യമാണല്ലോ നമ്മളെല്ലാവരോടും മാസ്ക് ധരിക്കുന്ന കാര്യം. ഈ മാസ്ക് ധരിക്കുമ്പോൾ നമുക്ക് രോഗപ്രതിരോധത്തിനുള്ള അല്ലെങ്കിൽ ആ ഒരു അസുഖം മഹാമാരി പിടിപ്പെടാതിരിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് നിഷ്കർഷിച്ച ഒരു കാര്യമാണ്. വളരെ രസകരമായി ഞാൻ ഒരിക്കൽ ഇങ്ങനെ കേൾക്കുകയുണ്ടായി. രോഗം മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്, നമ്മുടെ മുഖത്തെ ഭാവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുവാൻ ഒരു മാധ്യമം കൂടിയാണ് ഈ മാസ്ക് എന്ന് പറയുന്നത്. എത്രയോ ആൾക്കാർ ദേഷ്യപ്പെടുന്നു. മാസ്കിനകത്ത് വെച്ച് നമുക്ക് തിരിച്ചു പറയാൻ ഒരു കാര്യമുണ്ടെന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു പുഞ്ചിരിയോടുകൂടി. ഭയം മറച്ചു വെക്കുവാൻ മാസ്ക് ഉണ്ട്. യഥാർത്ഥ അവസ്ഥ മറച്ചു വെക്കുവാൻ ഒരു മാസ്ക് ഉള്ളത് വളരെ നല്ലതാണെന്ന് ഇങ്ങനെ തമാശ രൂപ പറയുകയുണ്ടായി. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ മാസ്ക് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ മുൻപിൽ വരുമ്പോൾ അകത്തൊരു മാസ്ക് വിട്ടാണ് നമ്മൾ പലപ്പോഴും വരുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു മാസ്കുമായിട്ട് തന്നെയാണ് നമ്മൾ വരുന്നത്. വചനം കേൾക്കുന്ന സമയത്ത് സ്പർശിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം അങ്ങനെ ഒരു തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കാറില്ലേ, കർത്താവേ
എന്തുകൊണ്ടാണ് വചനം എന്നെ സ്പർശിക്കാതെ പോയത്? ഇപ്പം നമ്മളെ തന്നെ പറയുക, ക്ഷീണമായതുകൊണ്ടായിരിക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ഉറക്കക്ഷീണമുണ്ടാകാം, പല ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയതുകൊണ്ടായിരിക്കാം. എവിടെയോ എൻ്റെ കേൾവി നഷ്ടപ്പെട്ടു. പഴയതുപോലെ ദൈവത്തിൻ്റെ വചനം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയാണ്, ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ അണിഞ്ഞിരിക്കുന്ന മാസ്ക് ഒന്ന് മാറ്റിവെക്കുകയാണ്. ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ അങ്ങനെ ഒരു പരിശോധന നടത്തുമ്പം 26-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും ഹൃദയവും അങ്ങ് പരിശോധിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഈ ഒരു നിർബന്ധം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ കർത്താവ് നമ്മളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. അപ്രകാരം ദൈവവചനത്തിൽ നിന്ന് ഇന്ന് നമ്മളോട് ദൈവവചനം പങ്കുവെക്കുന്നത് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ രാജു അബനസീർ ആണ്. അങ്കിളുടെ മെസ്സേജ് എപ്പോഴൊക്കെ കേട്ടപ്പോൾ എനിക്ക് അനുഗ്രഹമായിരിക്കുന്നത് എൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ ആ വചനത്തിൻ്റെ മുമ്പിൽ ഒരു മൂടുപടവും ഇല്ലാതെ ഞാൻ കൊണ്ടുവരുന്ന സമയത്തെല്ലാം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മാസ്കിൻ്റെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മൂടുപടത്തിൻ്റെ ആവശ്യമില്ല. കർത്താവ് യഥാർത്ഥമായി നമ്മളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ തുറന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ള ഒരു ദിവസം ദൈവം നമുക്കിന്ന് ലഭ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയാങ്കൾ ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ഗായക സംഘം മുമ്പോട്ട് വന്ന് ഒരു ഗാനം പാടി നമ്മളെ ദൈവവചനത്തിനായിട്ട് ഒരുക്കുന്നതായിരിക്കും. അതിനുശേഷം ബ്രദർ അനൂപ് മുമ്പോട്ട് വന്ന് ദൈവവചനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനോട് നന്ദി ഉള്ളവരായി നമുക്ക് വചനത്തിന് മുൻപാകെ ഈ സമയം സന്തോഷത്തോടെ കടന്നു വരാം. നാം കേട്ടതുപോലെ തന്നെ നമ്മെ പൂർണ്ണമായും അറിയുന്ന നാഥൻ്റെ മുൻപാകെ നമുക്ക് സത്യസന്ധതയുള്ളവരായി തന്നെ, നമുക്ക് ആഗ്രഹമുള്ളവരായി തന്നെ കടന്നു വരുന്ന സമയം യഥാർത്ഥത്തിൽ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ, നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ നാഥൻ നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ. നമുക്കതുകൊണ്ട് സന്തോഷത്തോടെ തന്നെ നമുക്ക് വചനത്തിന് മുൻപായി ഒരു ഗാനം പാടി നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു
പ്രതീക്ഷയൊക്കവേ അടക്കിയോടുകൾ ആശ വെച്ച പന്തയ പോലുള്ള ലഭിച്ചിടും ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഏതു നേരത്തും പിശാചിടച്ച ചെയ്തിടും ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ ഏതു നേരത്തും പിശാചിടച്ച ചെയ്തിടും ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഓട്ടമോടുവാൻ അനേകർ മുൻ വന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോയി ഓട്ടമോടുവാൻ അനേകർ മുൻ വന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോയി ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഓട്ടം തീരുന്നാൾ സമീപമായി കാഹളം കേട്ടിടാൻ സമയമായി വേഗമോടിടാം ഓട്ടം തീരുന്നാൾ സമീപമായി കാഹളം കേട്ടിടാൻ സമയമായി വേഗമോടിടാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും നാട്ടിൽ ചേർന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും നാട്ടിൽ ചേർന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം ഭാരം പാപം
ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായി കർത്താവ് തന്നെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവെ, വീണ്ടും കർത്താവെ ഞങ്ങൾ സഭയായിട്ട് കർത്താവ് നീ ചേർത്ത് വെച്ച് കർത്താവെ ഹല്ലേലൂയ നിന്റെ സന്നിധിയിലാക്കി വെച്ചിരിക്കുന്നതിനായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, യഥാർത്ഥത്തിൽ കർത്താവ് കേട്ടതുപോലെ കർത്താവെ യഥാർത്ഥത്തിൽ സ്ഥിരതയോടെ ഒരു ഓട്ടം ഓടുവാൻ വേണ്ടി തന്നെയാണല്ലോ കർത്താവെ നീ ഞങ്ങളെ ഇന്ന് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവെ, അനേകം ഭക്തന്മാർ വീണുപോയ ഒരു ട്രാക്കിലേക്ക് തന്നെയാണല്ലോ കർത്താവെ നീ ഇന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവെ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് മാത്രമേ ഹല്ലേലൂയ യഥാർത്ഥത്തിൽ ആ ഓട്ടം ഓടി കർത്താവെ ആ സ്ഥിരത പ്രാപിച്ച് ഹല്ലേലൂയ യഥാർത്ഥത്തിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ സാധിക്കുമെന്നുള്ള കർത്താവ് യഥാർത്ഥ ഉറപ്പ് ലഭിച്ച ഒരു സമയം കൂടിയായിരുന്നല്ലോ കർത്താവ് ഇത്. ഹല്ലേലൂയ. കർത്താവെ, വീണ്ടും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. യഥാർത്ഥത്തിൽ കർത്താവെ ആടിനെ പോലെ നഷ്ടപ്പെട്ടു പോയവനായിരുന്നു കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വലിയ സ്നേഹം അവൻ്റെ കൃപ കൊണ്ട് ഹല്ലേലൂയ ഞങ്ങളെ കണ്ടെടുത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. വീണ്ടും കർത്താവെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. ഒരു യോഗ്യതയും ഇല്ലാതെ ഇരുന്ന ഞങ്ങളെ കർത്താവെ നീ നിന്റെ മക്കളാക്കി തീർത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ്, നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടിവിച്ച് ഹല്ലേലൂയ നീ ഞങ്ങളെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടിവിച്ച് ഹല്ലേലൂയ യഥാർത്ഥത്തിൽ നീ ചെങ്കടൽ ഞങ്ങളെ കടത്തി ഹല്ലേലൂയ യഥാർത്ഥത്തിൽ കർത്താവെ ഞാൻ സ്വർഗം തരാമെന്ന് തന്നെ കർത്താവെ ഞങ്ങളെ വിളിച്ചതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ആ ഒരു ഓട്ട സ്ഥിരതയോടെ ഓടി കർത്താവെ നിന്നെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണം കർത്താവെ. കർത്താവെ, ഈ ഒരു സമയത്ത് കർത്താവെ നിന്റെ വചനത്തോട് അടുത്ത് വരുന്ന ഈ സമയത്ത് കർത്താവെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം കർത്താവെ ആ നല്ല നിലമായി തന്നെ തീരുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. അത് കർത്താവെ ഫലം കായ്ച്ച് കർത്താവെ 30, 60, 100 മേനി വിളയുന്ന ഹല്ലേലൂയ ഒരു ജീവിതം ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഏവരെയും നീ ഒരുക്കുമാറാകണമേ കർത്താവെ. പ്രിയ കർത്താവെ, പ്രിയദാസൻ കർത്താവെ നിന്റെ വചനവുമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് കർത്താവെ യഥാർത്ഥത്തിൽ ശക്തിയോടെയും ബലത്തോടെയും കർത്താവെ അഭിഷേകത്തോട് കൂടി നിർത്തുന്നതിനായിട്ട് നന്ദി കർത്താവെ. കർത്താവെ, ഈ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു പുതിയ ചൂടുകൂടൽ വെക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ, അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാം എൻ്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്ന കർത്താവെ കൃപയോടെ കേൾക്കുമാറാകണം അപ്പ. ആമേൻ. Love to everyone who is listening to me this morning in this meeting. ഈ പ്രഭാതത്തിൽ ഈ യോഗത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എൻ്റെ സ്നേഹത്തെ ഞാൻ പങ്കുവയ്ക്കട്ടെ. There are few in this hall and many around the world listening to this word of God. ഈ ഹാളിനകത്ത് ചുരുക്കം പേരും, എന്നാൽ ലോകത്ത് നാനാ ഇടങ്ങളിൽ നിന്ന് അനേക സഹോദരങ്ങളും ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. One of the greatest blessings of God's people is the presence of the Lord. ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. There is a certain expression we rarely use that's incomparable. The word incomparable. സമാനതകളില്ലാത്ത, തുല്യം ചെല്ലുവാൻ പറ്റാത്ത എന്നുള്ള ഒരു വാക്കുണ്ട്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. Yeah. See, in the world, that word is not very true. Everything in the world can be compared to something. സമാനതകളില്ലാത്ത എന്നുള്ള വാക്ക് ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാം മറ്റൊന്നിനോട് ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് തുലനം ചെയ്ത് പറയാൻ കഴിയും. But when it comes to our God, our risen Jesus Christ, that's truly incomparable. എന്നാൽ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് വരുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ വാക്ക് 100% സത്യമാണ്. സമാനതകളില്ലാതെ എന്നുള്ള വാക്ക് അവിടെയാണ് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നത്. The joy of God's people is incomparable. ദൈവജനത്തിന്റെ സന്തോഷം നമുക്ക് എന്തിനോട് അതിനെ തുലനപ്പെടുത്തുവാൻ കഴിയുന്നത്? The blessings of God's people is incomparable. ദൈവജനത്തിന്റെ അനുഗ്രഹം
അതിന് തുല്യമായി മറ്റെന്തെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുമോ? The faith of God's children is incomparable. ദൈവജനത്തിന്റെ വിശ്വാസം സമാനതകളില്ലാത്തതാണ്. The hope of God's people is incomparable. ദൈവജനത്തിന്റെ പ്രത്യാശ അതിന് തുല്യമായി മറ്റൊന്നും നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. Everything that's to do with God's people can be nothing, never be compared to anything in this world. That's very unique. ദൈവജനത്തിലുള്ള ഒന്നും ഈ ഭൂമിയിലുള്ള മറ്റൊന്നുമായിട്ടും അതിനടുത്തെങ്ങും നമുക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയത്തില്ല. അവ നിസ്തുല്യമായ അനുഭവങ്ങളാണ് ദൈവജനത്തിന് ദൈവം Our നൽകിയിരിക്കുന്നത്. Lord is unique and incomparable. നമ്മുടെ കർത്താവ് നിസ്തുലനാണ്, മറ്റൊന്നിനോടും തുലനം ചെയ്യുവാൻ പറ്റാത്തവൻ. And the Lord has come to give us something that is incomparable and unique. കർത്താവ് നമുക്ക് എന്ത് നൽകുവാനായി വന്നോ അതും ഈ ഭൂമിയിലെന്നും കണ്ടെത്തുവാൻ കഴിയാത്ത തുല്യമില്ലാത്തവ നൽകുവാനാണ് കർത്താവ് And our നമുക്കായി life വന്നത്. on earth is unique and incomparable. ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതവും തുലനം ചെയ്യുവാനില്ലാത്തവണ്ണം നിസ്തുല്യമായ ഒരു ജീവിതമാണ് ദൈവപൈതലിന് ദൈവം That നൽകിയിരിക്കുന്നത്. is a kind of life God's people live in this world of changes, uncertainty and difficulties and problems. മാറ്റങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഈ ലോകത്തിന്റെ നടുവിലും ഇപ്രകാരമുള്ള ഒരു ജീവിതമാണ് ദൈവത്തിന്റെ ജനം നയിച്ചുകൊണ്ടിരിക്കുന്നത്. One of the things that's happening in this time of COVID-19 is every virology group is trying to bring out a vaccine to solve the COVID problem. COVID-19 ഈ കാലഘട്ടത്തിൽ എല്ലാ വൈറോളജി ലാബുകളും ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു വാക്സിൻ പുറത്തു കൊണ്ടുവരുവാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. In the world now there is more than 100 initiatives to find out a vaccine for COVID. കുറഞ്ഞപക്ഷം 100-ലധികം ശ്രമങ്ങളെങ്കിലും ഈ ദിശയിൽ COVID-19 ഒരു വാക്സിൻ കൊണ്ടുവരുവാൻ ഇപ്പോൾ നടന്നു വരുന്നു. This is more than an initiative. It's a tremendous goal they have set, and they are competing one another to bring it at the earliest. വെറും ഒരു ശ്രമം നടക്കുന്നു എന്ന് ഇത് പറഞ്ഞാൽ പോരാ, മറിച്ച് വളരെ വളരെ പരിശ്രമത്തോടുകൂടി തങ്ങൾ ആദ്യം ഇതിനൊരു മറുപടി കൊണ്ടുവരണം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അക്ഷീണം പ്രയത്നിക്കുകയാണ്, ലക്ഷ്യം വെച്ച് മുന്നേറുകയാണ്. Yes, even COVID has brought goal and competition. കോവിഡ് പോലും പലയിടങ്ങളിൽ മത്സരവും ലക്ഷ്യവും കൊണ്ടുവന്നിട്ടുണ്ട്. See, this word goal and competition is very much integral to the world. ലക്ഷ്യം, മത്സരം എന്നുള്ള ഈ രണ്ട് വാക്കുകൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൂടപ്പിറപ്പ് പോലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. The world moves because there are set goals for it. The world moves, there is competition in the world. ലോകം മുമ്പോട്ട് ചലിക്കുന്നതിന്റെ കാരണം തന്നെ അതിന്റെ മുമ്പിൽ ലക്ഷ്യങ്ങളും ടാർഗറ്റുകളും അതുപോലെ തന്നെ മത്സരവും ഉള്ളത് കൊണ്ട് തന്നെയാണ്. Every field in the world is moving with goal and competition. ലോകത്തെ ഉള്ള എല്ലാ മേഖലകളും മുമ്പോട്ട് പോകുന്നതിന്റെ കാരണം അവർക്ക് മുമ്പിൽ ലക്ഷ്യങ്ങളും വെല്ലുവിളികളും ഉള്ളത് കൊണ്ടാണ്. There's goal for business. ഒരു ബിസിനസ്സിന് ചില അവർക്ക് കൈവരിക്കാനുള്ള ലക്ഷ്യങ്ങളുണ്ട്. There is goal in profession. തൊഴിൽ ഉദ്യോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിനകത്തും ലക്ഷ്യങ്ങളുണ്ട്. There is goal for science. സയൻസിന് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയെടുക്കുവാൻ അവർ മുമ്പിൽ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. There is goal for education. വിദ്യാഭ്യാസത്തിന് പല നിലവാരങ്ങളെ അവർ മുമ്പിൽ ലക്കുവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. There are goals for the economy of the country. ഒരു രാജ്യത്തിന്റെ അതിന്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ചില നിലവാരങ്ങളുണ്ട്. Everything to do with the world goes by set goals. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ അവർ നേരത്തെ കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന ചില ലക്ഷ്യങ്ങളെ മാനദണ്ഡങ്ങളെ മുൻനിർത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. I sometimes wonder, there is only one thing perhaps in the world without a goal. എന്നാൽ എനിക്ക് ആശ്ചര്യം തോന്നാറുള്ള ഒരു കാര്യം, ഒരുപക്ഷെ ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ ഉന്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. You know what it is? അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? It's a spirituality of people.
ആളുകളുടെ ആത്മീയതയുടെ കാര്യം വരുമ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ പോകുന്നതായി കാണുന്നു. You ask people, what's your goal? നിങ്ങൾ ആളുകളോട് ചോദിക്കുക, നിങ്ങളുടെ ആത്മീയത സംബന്ധിച്ച് നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് Ask എന്താണ്? believers, what's your goal? വിശ്വാസികളോട് ചോദിക്കുക, നിങ്ങളുടെ ആത്മീയതയിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണ്? They're happy if the routine, the program just goes on. ക്രമമായി നടക്കുന്ന കാര്യങ്ങൾ ക്രമം തെറ്റാതെ നടന്നുകൊണ്ടിരുന്നാൽ അവർ സന്തുഷ്ടരാണ്. They're worried if they couldn't attend a certain meeting or testify in a meeting. ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ, സാക്ഷ്യം പറയാൻ പറ്റിയില്ല എങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് വിഷമമുണ്ട്. Not everybody, but at least the best of them. ഒരുപക്ഷെ എല്ലാവർക്കും ഇല്ല കേട്ടോ, എന്നാൽ ഉള്ളതിൽ മെച്ചമായ ആളുകൾക്ക് ഇങ്ങനെ ഒരു വിഷമം അവർക്കുണ്ട്. But apart from that, most believers do not have a goal. ഇതൊഴിച്ചു കഴിഞ്ഞാൽ മിക്ക വിശ്വാസികൾക്കും അവർ യാതൊരു ലക്ഷ്യവും മുമ്പിൽ വെച്ചുകൊണ്ടല്ല തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ There are പൊക്കോണ്ടിരിക്കുന്നത്. many pastors telling me they're more happier than before because we have meetings every day. ചില പാസ്റ്റർമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുമ്പലത്തേനേക്കാൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം ഇപ്പോൾ എല്ലാ ദിവസവും മീറ്റിംഗ് നടത്താൻ പറ്റുന്നു. Earlier we had only the Sunday meeting. Apart from that, we had only 2 or 3 meetings. Now we have Sunday through Saturday. Every evening we meet for prayer or worship or study. മുമ്പായിരുന്നെങ്കിൽ ഞായറാഴ്ച ആരാധന, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ഇട മീറ്റിങ്ങുകൾ, അതല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥനയ്ക്കായിട്ടോ ദൈവവചന പഠനത്തിനായിട്ടോ കൂടി വരാനായിട്ട് സാധിക്കുന്നു. People are happy if the program goes on. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യപരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ടെങ്കിൽ ആളുകൾ സംതൃപ്തരാണ്. Yes, Tuesday Bible study. ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി, And Thursday prayer meeting. വ്യാഴാഴ്ച പ്രാർത്ഥനായോഗം, Friday fasting prayer. വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന, Saturday special prayer. ശനിയാഴ്ച സവിശേഷ പ്രാർത്ഥന, And Sunday worship service. ഞായറാഴ്ച സഭാരാധന. Yeah, it's wonderful. It goes and goes and goes. ഇങ്ങനെ എന്ത് രസമാണ് ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് മുമ്പോട്ട് But പൊക്കോണ്ടേയിരിക്കുന്നു. without goals. പക്ഷേ ഇതിനൊന്നും ഒരു ലക്ഷ്യമില്ല. Does the Bible give goals for us? എന്ത് പറയുന്നു? തിരുവചനം നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നിരത്തുന്നുണ്ടോ? Have you got goals before you as a Christian? ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നിന്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നീ മുമ്പിൽ വെച്ചുകൊണ്ടാണോ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? That's what I'm going to speak today. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വിഷയം Our സംബന്ധിച്ചാണ്. subject of discussion for today is set towards the goal. ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ച് എന്നുള്ള സന്ദേശമാണ്. I'm sure everyone listening to me has a word from the Lord as you listen to me. എൻ്റെ ഹൃദയത്തിൽ ഉറപ്പുള്ള ഒരു കാര്യം, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു സന്ദേശം ദൈവത്തിന് അതിലുണ്ട്. Are you serious to hear this word? ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുവാൻ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണോ ഇരിക്കുന്നത്? Be ready and open your heart. നിങ്ങളെ തന്നെ തയ്യാറാക്കുക, നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു വേണം ശ്രദ്ധിക്കുവാൻ. Prayerfully give me a keen attention. പ്രാർത്ഥനാപൂർവം എൻ്റെ വാക്കുകൾക്ക് വളരെ സൂക്ഷ്മമായ ഒരു ശ്രദ്ധ നൽകുക. To listen to this word, click to the second link that is given to you, and we are going to hear God's word. ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നാം ഈ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.